ഹലോ ഗൈസ്, അപ്പൊ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. ഇതയം മുരളി ഒരു കൺട്രാവി മുരളി, അഴുക്ക ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അഴുക്ക ചെറുക്കൻ, വേറെ ഒന്നും പറയാനില്ല. ഈ സിനിമയിൽ അഥർവ മുരളി, കൈതു ലോഹറൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. ആകെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ എന്ന ഒരാൾ മാത്രമാണ്. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡൗൺഫാളിലാണ് നിൽക്കുന്നത്. കാരണം ആവേശമായിരുന്നു ലാസ്റ്റ് ഒരു പീക്കിൽ നിന്നിട്ട്, പിന്നെ പുഷ്പ വന്നു, അത് നേരത്തെ കമ്മിറ്റഡ് ആയതുകൊണ്ട് സീരിയൽ എന്തെങ്കിലും പറയാം. പിന്നെ വേട്ടയൻ, രജനീകാന്തിന്റെ വേട്ടയിൽ അഭിനയിച്ചു എന്റെ പൊന്നോ. പിന്നെ വടിവേലുമായിട്ട് 2-3 പടത്തിലുണ്ടായിരുന്നു, മാമന്നൻ. പിന്നെ അവസാനം ഒരു ഓർമ്മയില്ലാത്ത ഏതോ ഒരു പടം കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ അവസാനമായിട്ട് വന്നതാണ് ഇപ്പൊ ഈ ഒരു പടം. ഈ പടത്തിൽ ഫഹദ് ഫാസിൽ കിടിലനായിരുന്നു. ആ ഒരു ലുക്ക് വൈസ് ആയിരുന്നാലും, ആ ഒരു ക്യാരക്ടർ വൈസ് ആയിരുന്നാലും, ആ ഒരു ഒരു കുറച്ച് കനത്ത്, കുറച്ച് കാണാനൊക്കെ മെനയായിട്ട് നന്നായിട്ട് തന്നെ ഉണ്ട്. ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഫഹദ് ഫാസിലിലെ. സത്യം പറഞ്ഞാൽ ഫഹദ് ഫാസിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒന്നുകൂടെ ഈ സിനിമ കാണാൻ എന്നോട് പ്രേരിപ്പിച്ചത്. കാരണം ഫഹദ് ഫാസിലുണ്ട്, അപ്പൊ എന്തോ ഒരു സാധനം പടത്തിലുണ്ട്. പക്ഷേ മനസ്സിലായി പടം കണ്ടതിന് ശേഷം, കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നാണ്. അങ്ങനെയെങ്കിലും കുറച്ച് ആളുകൾക്ക് വരട്ടെ എന്ന് പറഞ്ഞ്, അത്ര മാത്രമേ ഉള്ളൂ. ഫഹദ് ഫാസിലിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്നാണ് ഈ പടത്തിലേക്ക്. ഇതയം മുരളി, അതായത് മുരളി നിങ്ങൾക്കറിയാം, പഴയ ഒരു നായകനാണ് തമിഴില്. അപ്പൊ പുള്ളിയുടെ മകനാണ് അഥർവ മുരളി, അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പൊ ഇതയം മുരളി എന്ന് പറയുമ്പം ഈ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഇഷ്ടപ്പെട്ടവരോട് മനസ്സ് തുറക്കാൻ കഴിയാത്ത ആളിലേക്ക് പറയുന്ന ഒരു പേരാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു ടൈറ്റിലിന്റെ ആ ഒരു ഗ്ലിംസ് ആയിട്ട് വരുന്നത്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതുമായിട്ട് കൈതു ലോഹറൊക്കെ നായികമാരായിട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ നട്ടിയുണ്ട്. പിന്നെ തമനാണ് ഈ സിനിമയിൽ മ്യൂസിക് ചെയ്യുന്നത്. സിനിമ ഒരു കമ്മിങ് ഏജ്, ഒരു റൊമാൻറ്റിക് ഡ്രാമ ഫിലിമാണ് ഈ ഇതയം മുരളി. അതായത് ഒരു അഡൾട്ട് ജോക്ക്, വൾഗർ ജോക്ക്, അതുമായിട്ടുള്ള റിലേഷനിൽ ഒരു കുട്ടി ജോക്ക്. കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് ഉമ്മ വെച്ച കുട്ടികളുണ്ടാവും. പിന്നെ അതുമായിട്ട് ഈ വയറ് കാണുന്ന സീൻ, അങ്ങനത്തെ കുറച്ച് അശ്ലീല, കുറച്ച് വിറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു തോട്ട്സ് ഒക്കെ കൊണ്ടുവരുന്ന രീതിയിലാണ് ഇതിന്റെ സംവിധാനം, പ്രൊഡക്ഷൻ, റിട്ടൺ, ഇത് സ്റ്റോറി എല്ലാം ഒരാളാണ്, ആകാശ് ഭാസ്കരൻ. പുള്ളിയുടെ ഡോൺ പിക്ചേഴ്സ് തന്നെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഡോൺ പിക്ചേഴ്സ് തന്നെയാണ് ശിവകാർത്തികേയൻ, അഥർവയൊക്കെയുള്ള പരാശക്തി, അതായത് തളപതി വിജയുടെ, ഇപ്പോ ചീഫ് മിനിസ്റ്റർ വിജയുടെ ജനനായകൻ പടത്തിന്റെ കൂടെ ക്ലാഷിന് വന്ന പരാശക്തിയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ പടത്തിന്റെ ഡയറക്ടർ. എല്ലാം ഓവറോൾ ഈ ഒരു പടത്തിന് ആകാശ് ഭാസ്കരൻ തന്നെയാണ്. പുള്ളി എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല, പുള്ളി എന്താണ് ഉദ്ദേശിച്ചതെന്നും മനസ്സിലാവുന്നില്ല. ഇനി പുള്ളിയുടെ കൊച്ചുകാലത്തിൽ ഇങ്ങനെയൊക്കെയാണോ നടന്നോന്നും മനസ്സിലാവുന്നില്ല. അതായത് ക്രിഞ്ച് ഫെസ്റ്റിവലാണ് പടം. ഒരാവശ്യവും ഇല്ലാതെ എന്തൊക്കെ എഴുതിയിട്ട്, ഇങ്ങനെയൊക്കെയാണോ ഒരു സ്കൂളിൽ ഒരു കുട്ടി പഠിക്കുന്നു, ടീച്ചറിനെ കാണിക്കുന്ന രീതിയൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ആ ടീച്ചറിനെ, അത് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ക്യാരക്ടർ എന്താണോ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പിന്നെയും അത് പ്രേക്ഷകരിൽ ഇങ്ങനെയാണ്, അതിന്റെ ഒരു അവയർനെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. ഇതൊരു ആവശ്യവും ഇല്ലാതെ ഒരു പരിപാടിയായിട്ട് ജയിക്കുകയാണ് കേട്ടോ. ആ ജയിക്കുന്നതിന് ശേഷം ടീച്ചർ നായകന് ഉമ്മ കൊടുക്കുന്നതാണ്. അപ്പൊ കൊച്ചുപ്രായത്തിൽ ഉമ്മ കൊടുത്താൽ പ്രഗ്നന്റ് ആവുന്നുള്ള ഒരു ഇത്, അത് പിന്നെ നമുക്ക് തള്ളിക്കളയാം. ആ കൊച്ചുപ്രായത്തിൽ അങ്ങനെ ഒരു തോട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്ന് പറയാൻ. ബട്ട് അതുമായിട്ട് ഒറിജിനലായിട്ട് ആ ടീച്ചർ പ്രഗ്നന്റ് ആവുകയാണ്. അപ്പൊ ഇവൻ വിചാരിക്കുന്നത് ഇവൻ മുത്തം കൊടുത്തതിന് ശേഷമാണ്, ഇവൻ കിസ് ചെയ്തതിന് ശേഷമാണ് ടീച്ചർ പ്രഗ്നന്റ് ആണ്. ടീച്ചർ വലിയ ആളാണ്, ടീച്ചർ മാരീഡ് ആണ്, അങ്ങനെ പ്രഗ്നന്റ് ആയതാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരു അതുമായിട്ട് അതിനുശേഷം ടീച്ചറുമായിട്ടുള്ള ഒരു ആവശ്യമില്ലാത്ത സീനൊക്കെ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു ആവശ്യമില്ല. ഒരു തൊലിഞ്ഞ ക്രിഞ്ച് പടം, അതായത് ഒരു നെപ്പോട്ടിസം പടം, ആ ഒരു പഴയ പടം, അങ്ങനെ ഒരു ഇതേ ഒന്നൊരു പടവും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ പടത്തില് കുറച്ച് സീൻസുകൾ, അതിലെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു നൊസ്റ്റാൾജിയൊക്കെ പിടിപ്പിച്ച് എല്ലാവരെയും കാണാൻ ഒരു എന്താ പറയാ, ഒരു ത്രസിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിച്ചിട്ടുണ്ട്. ആ ഒരു സെയിം സീനുകളെയും ആ പടത്തിലുള്ള ആളുകളെയും കൊണ്ടുവന്ന് ഈ ഒരു, അതായത് പഴയ സിനിമ പുതിയ സിനിമ ഒന്ന് മെർജ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ബട്ട് അപ്പാടെ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. ഒരു രീതിയിലും കണക്റ്റും ആയിട്ടില്ല, കൺവിൻസും ആയിട്ടില്ല, എൻഗേജ്മെന്റും ആയിട്ടില്ല. പിന്നെ തമന്റെ മ്യൂസിക് അവിടെ എവിടെയൊക്കെ കൊള്ളായിരുന്നു, പാട്ടുകൾ ഒന്നിരണ്ടൊക്കെ കൊള്ളായിരുന്നു. പിന്നെ കൈതുകൊണ്ട് ആസ് യൂഷ്വൽ ഇവരൊക്കെ കാണാൻ ക്യൂട്ട് എന്നേ ഉള്ളൂ, സുന്ദരിമാരാണ്. ബട്ട് അഭിനയത്തിലേക്ക് വരുമ്പോൾ ഒന്നും അങ്ങ്, പിന്നെ അഭിനയിച്ച് തള്ളാനുള്ള ഒരു പടവും അല്ല ഇത്. എന്നിരുന്നാലും ഈ ഒരു റോം കോം ഡ്രാമയ്ക്ക് അവരെ പോലുള്ള നായകന്മാരൊക്കെ മതി. എന്നിരുന്നാലും ഞാൻ പറയാണ്, അങ്ങനെ ചുമ്മാ വന്ന് അവരെ നടക്കും, ഈ രണ്ട് ക്യൂട്ട്നെസ് ഇടും, പോവും. അത്ര തന്നെയാണ് നായികമാരുടെ ജോലി എന്ന് പറയുന്നത്. പിന്നെ തമനും ഇതിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ നട്ടി, തമ്പി തപ്പു തമ്പി, നിങ്ങൾക്കറിയാം, കറുപ്പിലെ ആ ഒരു മെയിൽ ജഡ്ജ്, ആ പുള്ളിക്കാരനും സിനിമയിലുണ്ട്.
ആകെ മൊത്തം ഒരു അവിയൽ കുഴഞ്ഞ പടം. അതായത് ഒരു പഴയ പടത്തെ എടുത്ത് ആ ഒരു പടത്തിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഓഡിയൻസിനെ കൺവിൻസ് ചെയ്ത് ഒന്ന് പുള്ളപ്പ് ചെയ്യാന്ന് വിചാരിച്ചു, പിടിക്കാന്ന് വിചാരിച്ചു, ഒന്നും നടന്നിട്ടില്ല. ആക്ച്വലി ഈ പടം കണ്ടപ്പോൾ ഞാൻ എന്തിനാണ് പടത്തിന് വന്നതെന്നും കൂടെ ആലോചിച്ചു പോയി. എനിക്ക് അഥർവ മുരളിയൊക്കെ ഇഷ്ടമുള്ള ഒരു നായകനാണ്. പുള്ളിയുടെ കനിതൻ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സിനിമയൊക്കെയാണ്. ഒരു ത്രില്ലർ പോലത്തെ ഒരു പടമൊക്കെയാണ്, ഒരു എഡ്യൂക്കേഷൻ ത്രില്ലർ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് പടമാണ്. പക്ഷെ ഇതിൽ എന്താണ്ടാ കാണിച്ചു കൂട്ടി വെച്ചിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു അവിഞ്ഞ പടം. സത്യം പറഞ്ഞാൽ അഥർവ ഒരു ഞരമ്പൻ ക്യാരക്ടറാണ്. ആരെ കണ്ടാലും പ്രേമം തോന്നും, അങ്ങനത്തെ ആരെ കണ്ടാലും ഇഷ്ടം പറയാൻ തോന്നും, അങ്ങനത്തെ ഒരു ഞരമ്പൻ ക്യാരക്ടറാണ്. ഫഹദ് ഫാസിൽ ഉള്ളതുകൊണ്ട് എങ്ങനെയോ ഒരു ഫഹദ് ഫാസിൽ ഒരു ക്യാമിയോ റോളാണ്. ഇവരെ ഒരു എയർപോർട്ടിലെ ഒരു ഫ്ലൈറ്റൊക്കെ കാണുമ്പോഴേ മനസ്സിലാവുക എന്തോ എഡിറ്റും പിടിച്ചൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കുറച്ച് സമയത്തിലുള്ള ആ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളും ഫഹദ് ഫാസിലുമായിട്ടുള്ള ആ ഒരു ക്യാരക്ടറും ആ ഒരു സീൻസും കാര്യങ്ങളൊക്കെ കുറച്ച് സമാധാനവും സാറ്റിസ്ഫാക്ഷനും ഉണ്ടായെന്നല്ലാതെ പടം മൊത്തം ഒരു ക്രിഞ്ചിയസ്റ്റ് ഫെസ്റ്റ് ആയിരുന്നു ഇതയം മുരളി.